നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല ഭാമേ, നല്ല പ്രയാസമുണ്ടോ? സാരമില്ല രാഘവേട്ട. ഞാൻ പങ്കജത്തിന് വിളിക്കട്ടെ? വേണ്ട, അവൾ ഉറങ്ങിക്കാണും. ശല്യപ്പെടുത്തണ്ട. മോളെ, പങ്കജം, നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ രാഘവേട്ട, എനിക്കിപ്പോ തോന്നുന്നതേ ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഇവൾക്കാണെന്ന്. മറ്റുള്ളവർക്കെല്ലാം ഓരോരോ കാര്യലാഭമുണ്ട് എന്നെ കൊണ്ട്. ഇവൾക്കെന്താ നമ്മളോട് രക്തബന്ധമില്ല. ഈ വീടുമായിട്ട് അടുപ്പമുണ്ടായത് തന്നെ ഈ അടുത്ത കാലത്താ. കൊടുക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്താ പോരെ. അതിനു പുറമെ എന്റെ ഓരോ കാര്യവും നോക്കി അതാത് സമയത്ത് ചെയ്യും. അത് പറഞ്ഞപ്പോഴാ, നിനക്ക് ഈ മാസത്തെ ശമ്പളം? നീയോ? നിന്നോട് ആര് പറഞ്ഞെന്റെ കാല് തടവാൻ? സത്യമേ, ഞാനത് പങ്കുചാണെന്നല്ലേ ഞാൻ കരുതിയത്. ഭാമേ, ഇവള് കാല് തടവെന്ന് വെച്ചാ എന്താ? നമ്മളുടെ മകളുടെ സ്ഥാനമല്ലേ അവൾക്ക്? ഈ കാല് തടവൽ ആത്മാർത്ഥമായിട്ടാണെന്നാണോ രാഘവേട്ടൻ കരുതിയിരിക്കുന്നത്? ഭാമേ, ദേ, കാല് തടവിട്ടും ചെരുപ്പ് തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ അനിയത്തിയുടെ സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞാൽ നന്നാക്കിയിരിക്കണം. അത് ഒരാഴ്ചക്കുള്ളിൽ. ഒരേ ഒരാഴ്ച മാത്രം നിനക്ക് സമയം തരാം. അതിനൊരു മാറ്റവും ഇല്ല. സത്യമേ, അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ. കടക്കടി പുറത്ത്. ഭാമേ, സത്യമേ, ഞാൻ നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞത്. ഭാമേ, അത്രയും വേണ്ടിയിരുന്നില്ല കേട്ടോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവള്. ഇത് തന്നെയാ രാഘവേട്ട പറഞ്ഞത്. ഒരു കുടുംബത്തിൽ അച്ചടക്കം ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ ചെയ്യുന്നതിന്റെയൊക്കെ അർത്ഥം പിന്നീട് എല്ലാവർക്കും മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.